ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രണ്ടുപേരും കൂടി എവിടെ പോയതായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. ഇത് എന്റെ കുറച്ചുനാൾ മുമ്പത്തെ ഒരു ശീലമാണ്. ലക്ഷ്യബോധമില്ലാതെ ഇങ്ങനെ സഞ്ചരിക്കുക, ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ. മുമ്പാണെങ്കിൽ ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും അവിടുത്തെ ശീലങ്ങൾക്കനുസരിച്ച് അവിടെ തന്നെ കൂടും, അവിടെ തന്നെ ഇങ്ങനെ കിടന്നുറങ്ങും. ഇപ്പൊ പിന്നെ അത് പറ്റില്ലല്ലോ. ഇയാള് കൂടിയില്ലേ? ഞങ്ങള് രാവിലെ ഒന്ന് ക്ഷേത്രത്തിൽ പോയെന്ന് പറഞ്ഞില്ലേ? അവിടെ ഞങ്ങളുടെ പേരിൽ വഴിപാട് നടത്തിയ സ്ത്രീയെപ്പറ്റി അയാൾ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ സത്യത്തിൽ എന്താ കരുതിയെന്ന് അറിയോ? അമൃതമ്മയുടെ ആയിരിക്കും. ഞാനിന്ന് പുറത്തൊന്നും പോയിട്ടില്ല. അല്ലെങ്കിലും ഫിദ വീട്ടിലുള്ളപ്പോ ഞാൻ ഫിദയുടെ കൂടെ ഉണ്ടാവും. ഇരിക്കുമോളെ, വരുന്നിരിക്ക. ഫിദ മാഡം കൃഷ്ണഭക്തിയാണല്ലേ? അല്ല, ഇയാള് പറഞ്ഞതാ. സത്യം പറഞ്ഞാ ഇത് മറ്റുള്ളവർ കാണുകയും അംഗീകരിക്കുകയും അനുകരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആക്ച്വലി ദൈവത്തിന്റെ ഒരു കോൺസെപ്റ്റ് അതാണല്ലോ. എല്ലാവരും ദൈവത്തിന്റെ മക്കൾ, ആർക്കും ദൈവത്തിന് മുന്നിൽ വേർതിരിവില്ല എന്നൊക്കെ. ഞാൻ അങ്ങനെയാ കരുതുന്നേ. പിന്നെ എനിക്കെല്ലാവരെയും നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഈ കൃഷ്ണഭക്തി ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നോ, അതോ? എന്താ വരുണിത്? ഒരു വിഷയം കിട്ടി അതിനെ സംസാരിച്ചോണ്ടിരിക്ക. വരുൺ, കണിമംഗലത്ത് ഇവൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കണിമംഗലത്ത് അത്യാവശ്യം കാലിൽ കൊണ്ടാൽ മുറിയുന്ന 2 മുള്ളുകളുണ്ട്. ഒന്നിന്റെ പേര് കൽപ്പന, ഒന്നിന്റെ പേര് ഉർവശി. പിന്നെ ഭാഗ്യത്തിന് ഇയാൾക്ക് ഇതൊക്കെ നേരത്തെ അറിയാം. ഏത് രീതിയിലാ കൈകാര്യം ചെയ്യേണ്ടെന്ന് വെച്ചാ കൈകാര്യം ചെയ്തോളം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവളങ്ങനെയൊന്നും ചെയ്യില്ല. ചീത്ത പറഞ്ഞ തലകുനിച്ച് നിൽക്കാനും കരയാനും മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ആഹാ, ആര് പറഞ്ഞു? ഇപ്പൊ ഞാൻ ചിലതൊക്കെ പറയാറുണ്ട് അല്ലേ? അതിനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. എങ്കിലും നോക്കിക്കോണേ വരണേ. ഇവക്കൊരു വിഷമമുണ്ടെന്ന് കേട്ടാ പിന്നെ എനിക്ക് ഉറങ്ങാനാവില്ല.